കുറേ ആൾക്കാർ പൈസ തരാതെ മുങ്ങിയിട്ടൊക്കെണ്ടെന്നല്ല ചെക്കാർ നിന്നിട്ടില്ല. ഞാൻ പൊതുവേ അങ്ങനെ ഇത്രയും സ്വാഭാവികത ഇല്ലാത്ത ആൾക്കാർ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകലില്ല. എന്താ വെച്ചാൽ അപ്പോൾ ഈ കുട്ടീനെ കണ്ടൊക്കെ നമുക്ക് എന്തോ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഈ നേരത്ത് കിടന്നുറങ്ങുമ്പോൾ ഇതിങ്ങനെ നടക്കേണ്ടതൊക്കെ ഒരു മനസ്സിൽ എന്തോ ഒരു ഇത് തോന്നി. അങ്ങനെ ഭക്ഷണമൊക്കെ നിർത്തി. അത് കുറച്ചൊരു 10-20 മിനിറ്റ് കഴിഞ്ഞൊക്കെ അവിടെ ആകെ പ്രശ്നമായി. ആ കടക്കാരനായിട്ട് ആകെ പ്രശ്നങ്ങൾ, അടിയും ഭയങ്കര വാക്ക് തീർക്കുന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായി. ചില ആൾക്കാർ വണ്ടി വിളിച്ച് പോയിരുന്നാറ് ഇപ്പോൾ തരാം, ഒരു മിനിറ്റ് ഇവിടെ നിൽക്കിയിട്ട് നടന്നിട്ട് അവിടെ പോകും. എന്നിട്ട് അരമണിക്കൂർ 2 മണിക്കൂർ 2-3 മണിക്കൂറൊക്കെ നമ്മൾ കത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ട് വരുന്നത്. യുവതിയെയും കുഞ്ഞിനെയും കുട്ടി മദ്യലഹരിയിൽ ഓട്ടോയിൽ കയറിയ യാത്രക്കാരൻ ഓട്ടോ കൂലിക്ക് പകരം നൽകിയത് ചെക്ക്. ഒന്നാന്തരം മലയാളത്തിൽ ചെക്ക് നൽകിയതാകട്ടെ വെറും 80 രൂപയ്ക്കും. വളാഞ്ചേരിയിൽ ഓട്ടോ ഡ്രൈവറായ അഷ്റഫാണ് യാത്രക്കാരനെയും കൊണ്ട് പുലിവാല് പിടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 വളാഞ്ചേരിയിലാണ് സംഭവം. അഷ്റഫ് മാവണ്ടിയൂരിൽ പോയി വരുമ്പോൾ CH ആശുപത്രിക്ക് സമീപത്ത് നിന്ന് ഒരു യുവാവ് വണ്ടിക്ക് കൈ കാണിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഇയാളുടെ ഒപ്പം യുവതിയും കുട്ടിയും ഉണ്ടായിരുന്നു. പെരിന്തൽമണ്ണയിലേക്ക് പോകാനാണ് യുവാവ് ആവശ്യപ്പെട്ടത്. എന്നാൽ യുവാവ് മദ്യലഹരിയിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അഷ്റഫിന് വ്യക്തമായി. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. ഇതോടെ ഓട്ടം പോകുന്നില്ലെന്ന് അറിയിച്ചു. എന്നാൽ ഒപ്പം കുട്ടിയെ കണ്ടതോടെ മനസ്സില്ലാ മനസ്സോടെ ഓട്ടത്തിന് തയ്യാറാവുകയായിരുന്നു. അത് തന്നെ ചുറ്റിക്കുന്ന യാത്രയായി മാറുമെന്ന് മനസ്സിൽ പോലും അഷ്റഫ് കരുതിയിരുന്നില്ല. അപ്പോൾ ഞാൻ വളാഞ്ചേരിന്ന് അപ്പുറം മാവണ്ടിയൂർ ആ ഭാഗത്തോടെ ട്രിപ്പ് പോയി വരികയാണ്. അപ്പോൾ നമ്മൾ നടക്ക ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പാടി സാറ് അവൻ്റെ CH എത്തുന്നതിനപ്പുറത്തേക്ക് ഒരു ചെങ്ങായും ഒരു പെണ്ണും കുട്ടിയും കൂടി നടന്നു വരുന്നുണ്ട്. അത് നമ്മൾ എൻ്റെ വണ്ടി കൈ കാണിച്ചു. അപ്പോൾ ഞാൻ നിർത്തിയേക്ക് പറഞ്ഞ ഒരു ഓട്ടം പോകാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ എവിടുക്കാന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതിക്ക് ഞാൻ പറഞ്ഞു ഇയാൾ കുറച്ച് വെള്ളം അടിച്ചത് കാരണം പറ്റില്ല എന്ന് പറഞ്ഞു. നല്ല വെള്ളത്തിലായിരുന്നു. അപ്പോൾ ഒരു ചെറിയ കുട്ടീനെ കണ്ട ഒരു 5 വയസ്സായ കുട്ടിയാണ്. അത് ഒരു ആൺകുട്ടി. അപ്പോൾ അതിങ്ങനെ ഉറക്കം വന്നിട്ട് ഇങ്ങനെ ആടി നടക്കണ മാതിരി തോന്നി. അപ്പോൾ അതിനെ കണ്ടൊക്കെ ഭയങ്കര സങ്കടം തോന്നി. ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു എടുക്കാൻ പോകേണ്ടത് ചോദിച്ചു. അപ്പോൾ പെരുന്തൽമണ്ണക്കാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ കയറി എന്ന് പറഞ്ഞു. അങ്ങനെ കുളമംഗലത്തേക്ക് മറ്റേ നെയ്ച്ചോറിൻ്റെ കട ഉണ്ട്, അവിടത്തേക്ക് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ നിർത്തി തരുമോ ചോദിച്ചു. ആയിക്കോട്ടെ നിർത്തി തരാറിന്. അങ്ങനെ ഭക്ഷണമൊക്കെ നിർത്തി. അത് കുറച്ചൊരു 10-20 മിനിറ്റ് കഴിഞ്ഞൊക്കെ അവിടെ ആകെ പ്രശ്നമായി. ആ കടക്കാരനായിട്ട് ആകെ പ്രശ്നങ്ങൾ, അടിയും ഭയങ്കര വാക്ക് തീർക്കുന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പോൾ എനിക്ക് തോന്നി ഇയാളുടെ പെരുന്നാളിന് പോയാൽ എങ്ങനെയായാലും ഞാൻ കുടുങ്ങും. അത് എങ്ങനെയായാലും പ്രശ്നം വിചാരിച്ചിട്ട് എനിക്ക് ഓട്ടം പോരാൻ പറ്റില്ല. ഇങ്ങനെ ഈ തോതിൽ എനിക്ക് ഇങ്ങനെ വരാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ എന്താ നിങ്ങൾ ഇവിടുന്ന് തന്നെ എങ്ങനെയാണെങ്കിൽ അവിടെ പോയാൽ നിങ്ങൾ ആകെ മാറുന്ന മട്ടാണ്, അതുകൊണ്ട് പറ്റില്ലായിരുന്നു. ഒന്നുകിൽ ഇവിടുന്ന് വേറെ പോയിക്കോളി, അല്ലെങ്കിൽ ഞങ്ങൾ വളാഞ്ചി ടൗണ് കൈ തരാറുണ്ട്. അങ്ങനെ വളാഞ്ചി ടൗണ് കൈ തരാൻ പറഞ്ഞു. വളാഞ്ചി ടൗണ് കൈ കൊടുത്തു. എന്നോട് വാടക എത്ര വെച്ച് വേറെ ഒരു 50 രൂപ എന്നാണ് പറഞ്ഞു. എന്നോട് പറഞ്ഞു പൈസ ഇല്ല, ചെക്കാണ് പറഞ്ഞു. എനിക്ക് ചെക്കൊന്നും വേണ്ട, ഞങ്ങൾ പൈസ വേണ്ട, ഞങ്ങൾ പോയിക്കോളിന്ന് പറഞ്ഞു. പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ചെക്കൊന്നും എനിക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ മുപ്പര് പറഞ്ഞു എൻ്റെ ഓസാരൊന്നും വേണ്ട, ചെക്ക് പിടിച്ചു പറഞ്ഞിട്ട് അയാളെ വൈഫിനെ കൊണ്ട് ചെക്ക് എഴുതിച്ച് എൻ്റെ കയ്യിൽ തന്നു. ഞാനപ്പോൾ നോക്കിയത് എത്ര എഴുതി നോക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ മടക്കി വണ്ടിയിലിടും ചെയ്ത്. അത് സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മൾ തുണക്കാരോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി പറഞ്ഞു. അപ്പോൾ അത് നമ്മളൊരു സുഹൃത്തിൻ്റെ പൈസയിൽ അറിയും. ഓനെ ഇതൊക്കെ വീഡിയോ എടുത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഓൻ്റെ വീഡിയോ എടുത്ത് വിട്ടപ്പോഴാണ് ഇതിങ്ങനെ അറിഞ്ഞത്. കുളമംഗലത്തെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർത്താൻ യാത്രക്കാരൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഭക്ഷണം കഴിക്കാൻ പോയ യാത്രക്കാരൻ കടക്കാരനുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു. ഇതോടെ അഷ്റഫ് യാത്രക്കാരനോട് പെരിന്തൽമണ്ണയിൽ പോകാൻ കഴിയില്ലെന്നും വളാഞ്ചേരിയിൽ എത്തിക്കാമെന്നും പറഞ്ഞു. ഒടുവിൽ വളാഞ്ചേരിയിലെത്തി ഓട്ടോ ഡ്രൈവർ കൂലി പറഞ്ഞതോടെ യാത്രക്കാരൻ കയ്യിൽ പൈസയില്ലെന്നും ചെക്കാണുള്ളതെന്നും പറഞ്ഞു. തുടർന്ന് ചെക്കിൽ 80 രൂപയും എഴുതി ഒപ്പിട്ട് നൽകുകയും ചെയ്തു. അവനും അവൻ്റെ ഭാര്യയും ചെറുപ്പക്കാരത്തിയാണ്, പെണ്ണ് ചെറുപ്പക്കാരത്തിയാണ്, കുട്ടിയും ചെറിയ കുട്ടിയും. അവന് അത്യാവശ്യം ഒരു പ്രായമുള്ള മാതിരി ഉണ്ട്. ഒരു തലക്ക മുട്ട അടിച്ചിട്ട് ആണ് ഒരാൾ, സ്കെൽറ്റായിട്ട് ആളാണ്. ഒരു അത് കള്ള് മാത്രമല്ല വേറെ എന്തൊക്കെ ഇതുണ്ട് തോന്നുന്നു. അതൊരു സ്വയബോധം ഇല്ലാത്തൊരു ലെവലാണ് അവൻ്റെ സംസാരം കാര്യമൊക്കെ. ഞാൻ പൊതുവേ അങ്ങനത്തെ ഇത്രയും സ്വയബോധം ഇല്ലാത്ത ആൾക്കാർ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകലില്ല. എന്താ വെച്ചാൽ അപ്പോൾ ഈ കുട്ടീനെ കണ്ടൊക്കെ നമുക്ക് എന്തോ ഒരു മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഈ നേരത്ത് കിടന്നുറങ്ങുമ്പോൾ ഇതിങ്ങനെ നടക്കേണ്ടതൊക്കെ ഒരു മനസ്സിൽ എന്തോ ഒരു ഇത് തോന്നി. എങ്ങനെ അവിടുന്ന് ആ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അല്ലെങ്കിൽ പെരുന്തൽമണ്ണ നേരെ പോയിട്ട് അവിടെ പോയിട്ട് വാടകയും കിട്ടൂല, ആകെ പ്രശ്നമായത്. അവിടുന്ന് തന്നെ ഇല്ലില്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ ആദ്യമേ ഉദ്ദേശിച്ചിട്ടില്ല. അത് ചെക്ക് മാറാനും ഉദ്ദേശിച്ചിട്ടില്ല, ബാങ്ക് പോകാനും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ തന്നെ ഞാൻ കളയാൻ വെച്ചാൽ എന്തോ ഇതിൽ ഞാൻ വെറുതെ വണ്ടിയിൽ വെച്ചു, മറ്റൊരു കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ വെച്ചു. പിന്നെ ആ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, അവിടെ കിടന്നോട്ടെ വിചാരിച്ചു. നമ്മൾ ഓർമ്മക്കായിട്ട് ഞാനെനിക്ക് അതായത് ഇപ്പോൾ 94 ഡ്രൈവറായതാണ് ഞാൻ. 31 വർഷത്തോളമായി. കുറേ ആൾക്കാർ പൈസ തരാതെ മുങ്ങിയിട്ടൊക്കെ ഉണ്ടെന്നല്ല ചെക്കാർ നിന്നിട്ടില്ല. ചില ആൾക്കാർ വണ്ടി വിളിച്ച് പോയിരുന്നാറ്
ഇപ്പോൾ തരാം, ഒരു മിനിറ്റ് ഇവിടെ നിൽക്കിയിട്ട് നടന്നിട്ട് അവിടെ പോകും. എന്നിട്ട് അരമണിക്കൂർ 2 മണിക്കൂർ 2-3 മണിക്കൂറൊക്കെ നമ്മൾ കാത്തുന്നുണ്ട് ഓരോ ടീമിന് ട്രിപ്പായിട്ട് പോയിട്ട്. അവരെന്താ ചെയ്യും, ഒരു പെരയ്ക്ക് പോയി പൈസ എടുത്തിട്ടാണ് പോകും. ഓരോ പെരയിൽ പോയി പെര അതാവില്ല, വേറെ എവിടെയൊക്കെ പെര ഓരോ ഇടയെ മുങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ട് വരുന്നത് അതേ അനുഭവം. ഓട്ടോ കൂലി നൽകാതെ പലതവണ യാത്രക്കാർ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു അനുഭവം ഇത് ആദ്യമാണെന്ന് അഷ്റഫ് പറയുന്നു. മറക്കാനാവാത്ത രസകരമായ യാത്രയുടെ ഓർമ്മയ്ക്കായി അഷ്റഫ് ആ ചെക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. എഡിറ്റർ ലൈവ്, വളാഞ്ചേരി. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം, ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.